LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. മോദിക്കെതിരെ കേരളത്തിലുടനീളം സ്റ്റാർ ക്യാമ്പയിനറായി രംഗത്തെത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും CPM സ്ഥാനാർത്ഥി നിന്നുവേർത്തു. 5 റൗണ്ടുകളിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ മുന്നിലെത്തി. ഇന്ത്യ മുന്നണിയിൽ സംസ്ഥാനം ഭരിക്കുന്ന എല്ലാവരും മോദിക്ക് കൂച്ചുവിലങ്ങട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരാൾ പറന്നു. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചു. സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മധുരം നുകർന്നു. ഇല്ലെങ്കിൽ അതും പോയനെ. 9 UDF നേതാക്കൾ ലക്ഷം ലീഡാണ് നേടിയത്. 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ഇവരുടെ ലീഡ്. UDF ക്യാമ്പ് പോലും പ്രതീക്ഷിക്കാത്ത വിജയം കണ്ണൂരിൽ K സുധാകരൻ നേടി. MP എന്ന നിലയിൽ സുധാകരന്റെ പാർലമെന്റ് പ്രവർത്തനത്തിൽ മുന്നണിയിൽ പോലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റ് എന്ന പദവിയിലും K സുധാകരന്റെ പ്രവർത്തനത്തിൽ അണികൾക്ക് പൂർണ്ണ തൃപ്തിയില്ല. ഇങ്ങനെ എതിർപ്പുകൾ പലതുണ്ടായിരുന്നെങ്കിലും സുധാകരനെ ജനം വാനോളം എടുത്തുയർത്തി. ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയം. ഭരണവിരുദ്ധ വികാരമാണ് ഞെട്ടിപ്പിക്കുന്ന വിജയത്തിന്റെ പ്രധാന കാരണം. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരം അണപൊട്ടി. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, സംഘടനാ പ്രവർത്തനത്തിന്റെ കരുത്തുണ്ട്. അത് രണ്ടും കൂടുമ്പോഴേ വിജയിക്കൂല. തെരഞ്ഞെടുപ്പ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒരു വിജയം നേടണമെങ്കിൽ അത് രണ്ടും വേണം. അത് രണ്ടും ഒത്തുവന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. 2 ഗവൺമെന്റും, ഒരു ഗവൺമെന്റ് അല്ല, 2 ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, 2 ഗവൺമെന്റിന്റെ തിക്താനുഭവം ഇത്രയൊന്നും കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലമായ തളിപ്പറമ്പിലും സുധാകരന് വൻ ലീഡുണ്ടായി. കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ വൻ വിജയം കാഴ്ചവെച്ച മട്ടന്നൂരിലും പലതവണ സുധാകരൻ ഒന്നാമനായി. സുധാകരന്റെ വിജയം BJPയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന ഇടതു പ്രതീക്ഷയും തകിടം മറിഞ്ഞു. പുതുമുഖമായിരുന്നിട്ടും കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥി C രഘുനാഥ് പിടിച്ചത് 1 ലക്ഷത്തിലേറെ വോട്ടുകളാണ്. ജനകീയ മുഖമായ CPM അവതരിപ്പിച്ച KK ശൈലജ വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൊന്നിൽ തോറ്റു. ചുരുക്കത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായി സംസ്ഥാനത്തെ ജനവിധി. കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ എളമരം കരീമും A വിജയരാഘവനും തോമസ് ഐസക്കും തോറ്റു. ജില്ലാ സെക്രട്ടറിമാരായ V ജോയിയും MV ബാലകൃഷ്ണനും MV ജയരാജനും തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം പരാജയപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയെന്ന് വ്യക്തം. കാരണം 2019 പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നോ ശബരിമലയോ കേരളത്തിലുണ്ടായിരുന്നില്ല. പലസ്തീൻ, CAA വിഷയങ്ങളുയർത്തി മുസ്ലിം വോട്ടുകൾ പോക്കറ്റിലാക്കാമെന്ന CPM തന്ത്രവും അമ്പെ പരാജയപ്പെട്ടു. എന്നിട്ടും പഴി UDFിൽ കെട്ടിവെക്കുകയാണ് CPM. UDFിന്റെ സംഘടനയെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. അതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ട്. അത് ജമാഅത്തെ SDPI ആണ്. അത് കുറച്ച് കാണണ്ട. അതിൻ്റെ ആപത്ത് അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പാർട്ടി കോട്ടകൾക്ക് പോലും പിടിച്ചു നിൽക്കാനായില്ല. അണികൾ പോലും CPMനെ കൈയൊഴിഞ്ഞു. രാജ്യത്തെ CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ LDF നേരിട്ടത് കനത്ത തിരിച്ചടി. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും KK ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരും LDFന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ 8000-ലധികം വോട്ടിന്റെ ലീഡ് K സുധാകരൻ നേടി. രണ്ടാം പിണറായി സർക്കാരിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റായി മാറി ഈ തെരഞ്ഞെടുപ്പ് ഫലം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.